ചില ആളുകൾ ലോകത്തെ എങ്ങനെയാണോ അങ്ങനെ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ചിലർ ലോകം എങ്ങനെയായിരിക്കണോ അങ്ങനെ അതിനെ മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ ലോകത്തിൽ വലിയൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. ഉള്ളിൽ നിഷ്കളങ്കരായവരെ പുറമേയുള്ളവർ പാവത്താൻ എന്ന് വിളിക്കുന്നു. ഈ നിഷ്കളങ്കത സമയത്ത് തന്നെ ഉപേക്ഷിച്ചില്ലെങ്കിൽ അത് ഒരു ദിവസം നിങ്ങളുടെ ആത്മാഭിമാനത്തെ തന്നെ വിഴുങ്ങിക്കളയും. ചാണക്യനീതി നമ്പർ 1. ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കുന്ന മനുഷ്യൻ ഒന്നുകിൽ മണ്ടനായിരിക്കും, അല്ലെങ്കിൽ അവൻ പെട്ടെന്ന് തന്നെ വഞ്ചിക്കപ്പെടും. ഒരു പ്രതീക്ഷയുമില്ലാതെ നിങ്ങൾ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടാകാം എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പക്ഷേ നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ അതേ ആളുകൾ അപ്രത്യക്ഷരായിട്ടുണ്ടാകും. ഇതൊരു യാദൃച്ഛികമല്ല, ഇതാണ് ഈ ലോകത്തിന്റെ നിയമം. നിങ്ങളെക്കൊണ്ട് ഉപയോഗമുള്ളിടത്തോളം കാലം ആളുകൾ നിങ്ങളുടെ കൂടെയുണ്ടാകും. നിങ്ങളുടെ നിഷ്കളങ്കത കൊണ്ട് അവർക്ക് കാര്യലാഭമില്ലാതാകുമ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിക്കുന്നു. ഇതൊരു കുട്ടി പഠിച്ച പാഠമാണ്. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ വളരെ നല്ലവനായ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. മുതിർന്നവരെയും കുട്ടികളെയും എന്തിനു തന്നെ പരിഹസിക്കുന്നവരെപ്പോലും അവൻ സഹായിക്കുമായിരുന്നു. ഒരിക്കൽ ആ ഗ്രാമത്തിൽ വലിയൊരു തർക്കമുണ്ടായി. 2 കുടുംബങ്ങൾ തമ്മിൽ അടിപിടിയായി. ആ ചെറുപ്പക്കാരൻ ഇടയിൽ കയറി എല്ലാവരെയും ശാന്തരാക്കി. പക്ഷേ അവസാനം നീയാണ് ഈ പ്രശ്നമുണ്ടാക്കിയത് എന്ന് പറഞ്ഞ് എല്ലാവരും അവനെ കുറ്റപ്പെടുത്തി. അവൻ കരഞ്ഞു, തകർന്നുപോയി, മുറിയിൽ അടച്ചിരുന്നു. അപ്പോൾ അവന്റെ മുത്തച്ഛൻ വന്നു പറഞ്ഞു, മോനെ, ആളുകളെ സഹായിക്കുന്നത് നല്ലതാണ്, പക്ഷേ മറ്റുള്ളവർ ഇട്ടുനടക്കുന്ന ചെരിപ്പായി മാറുന്നത്ര താഴേക്ക് നീ പോകരുത്. ആ ദിവസം അവന്റെ കണ്ണു തുറന്നു. പിന്നീട് അവൻ അർഹതയുള്ളവരെ മാത്രമേ സഹായിച്ചുള്ളൂ. നിഷ്കളങ്കത വെടിഞ്ഞ് അവൻ ബുദ്ധിമാനായി മാറി. ചാണക്യനീതി നമ്പർ 2. മണ്ടത്തരവും സഹിഷ്ണുതയും തമ്മിൽ നേർത്തൊരു വരയുണ്ട്. അത് മനസ്സിലാക്കാത്തവൻ എപ്പോഴും വേദനിക്കേണ്ടിവരും. എല്ലാം ശരിയാകും, നന്മ ചെയ്താൽ നന്മ കിട്ടും എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ കേട്ടോളൂ, ഈ ലോകം നിങ്ങൾ വിചാരിക്കുന്നത്ര നീതിപൂർവമല്ല. മിണ്ടാതിരിക്കുന്നവനെ ആളുകൾ ചവിട്ടിമെതിക്കും. എല്ലാം സഹിക്കുന്നവന് വീണ്ടും വീണ്ടും സഹിക്കേണ്ടിവരും. ക്ഷമിക്കുന്നവനെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വഞ്ചിക്കുന്നത്. എല്ലാവരോടും ചിരിച്ചു പെരുമാറുന്ന ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. സുഹൃത്തുക്കളും ബന്ധുക്കളും ഓഫീസിലെ ആളുകളുമെല്ലാം അവളെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഒരു ദിവസം അവളുടെ വിവാഹം മുടങ്ങി. കാരണം നീ വളരെ ലളിതമായ ഒരാളാണ്, വളരെ പാവമാണ്, ഞങ്ങൾക്ക് നിന്നെപ്പോലെ ചിന്തിക്കാൻ കഴിയില്ല. അവളൊന്നും മിണ്ടിയില്ല. പക്ഷേ അന്നുമുതൽ അവൾ സ്വയം മാറാൻ തുടങ്ങി. ഇപ്പോൾ അവൾ ആവശ്യമുള്ളത് മാത്രമേ സംസാരിക്കൂ. ബഹുമാനം നൽകുന്ന ബന്ധങ്ങൾ മാത്രമേ അവൾ നിലനിർത്തുന്നുള്ളൂ. അവളുടെ മുഖത്തെ ചിരിയിൽ ഇപ്പോൾ ആത്മവിശ്വാസമുണ്ട്. നിഷ്കളങ്കത പോയി, പകരം പക്വത വന്നു. ചാണക്യനീതി നമ്പർ 3. ദയ കാണിക്കുന്നത് പുണ്യമാണ്, പക്ഷെ മണ്ടന്മാരോട് ദയ കാണിക്കുന്നത് പാപമാണ്. ഒരാളോട് ക്ഷമിക്കുന്നത് നല്ല കാര്യമാണ്, പക്ഷെ ആവർത്തിച്ച് ക്ഷമിക്കുന്നത് സ്വന്തം ആത്മാഭിമാനത്തെ കൊല്ലുന്നതിന് തുല്യമാണ്. വേണ്ട എന്ന് പറയാൻ പഠിക്കുന്നതുവരെ ആളുകൾ നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വേണ്ട എന്ന് പറയാൻ പഠിക്കുക. ഇതൊരു വാക്കല്ല, നിങ്ങളുടെ മാനസിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ്. ഒരിക്കലൊരു മുതിർന്ന മനുഷ്യൻ ഒരു യുവാവിന് വളരെ നല്ലൊരു ഉപദേശം നൽകി. മോനെ, ലോകത്ത് 3 വേണ്ടകൾക്ക് വലിയ വിലയുണ്ട്. 1. തെറ്റായ കാര്യത്തിന് കൂട്ടുനിൽക്കാൻ പറയുമ്പോൾ വേണ്ട എന്ന് പറയുക. 2. നിന്റെ സമയം പാഴാക്കുന്നവരോട് വേണ്ട എന്ന് പറയുക. 3. നിന്റെ നന്മയെ മുതലെടുത്ത് കളിയാക്കുന്നവരോട് വേണ്ട എന്ന് പറയുക. ഈ 3 വേണ്ടകൾ കൊണ്ട് മാത്രമേ നിനക്ക് നിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ കഴിയൂ. അതാണ് നിന്റെ നിഷ്കളങ്കത മാറ്റി നിന്നെ സ്മാർട്ടാക്കുന്നത്. ചാണക്യനീതി നമ്പർ 4. സമയമാകുന്നതിനു മുമ്പ് ആരെയെങ്കിലും വിശ്വസിച്ചാൽ കാലം കഴിയുമ്പോൾ ദുഃഖിക്കേണ്ടിവരും. വിശ്വാസം ഒരു വിത്ത് പോലെയാണ്. അത് പാകുന്നതിനു മുൻപ് മണ്ണ് പരിശോധിക്കണം, കാലാവസ്ഥ നോക്കണം. എന്നിട്ടും ചില വിത്തുകൾ മുളക്കില്ല. അതുപോലെയാണ് ചില മനുഷ്യരും. നിങ്ങൾ എത്ര നല്ലവനാണെങ്കിലും ചിലർ നിങ്ങളുടെ വിശ്വാസത്തിന് അർഹരല്ല. വിശ്വാസത്തിന്റെ പരീക്ഷണം. ഒരു ചെറുപ്പക്കാരൻ തന്റെ ഏറ്റവും വലിയ രഹസ്യം ഉറ്റ സുഹൃത്തിനോട് പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ ആ കാര്യം കോളനി മുഴുവൻ അറിഞ്ഞു. സുഹൃത്ത് പറഞ്ഞു, ഞാൻ എന്റെ മറ്റൊരു സുഹൃത്തിനോട് മാത്രമേ പറഞ്ഞുള്ളൂ. ആ സുഹൃത്തും ഇതുതന്നെ പറഞ്ഞു. അപ്പോൾ ആ ചെറുപ്പക്കാരന് മനസ്സിലായി, കാലം തെളിയിച്ച വിശ്വസ്തരോട് മാത്രമേ രഹസ്യങ്ങൾ പറയാവൂ എന്ന്. സത്യമെന്തെന്നാൽ ഭൂരിഭാഗം ആളുകളും നല്ല കേൾവിക്കാരല്ല, അവർ വാർത്ത പരത്തുന്നവരാണ്. ചാണക്യനീതി നമ്പർ 5. ബഹുമാനം ലഭിക്കാത്ത ഒരിടത്തും ഒരു നിമിഷം പോലും നിൽക്കുന്നത് മണ്ടത്തരമാണ്. നിങ്ങളുടെ ബന്ധങ്ങളിലോ സുഹൃത്തുക്കൾക്കിടയിലോ ജോലിസ്ഥലത്തോ നിങ്ങൾ സ്വയം ചെറുതാകുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ നിഷ്കളങ്കത നിങ്ങളെ തകർക്കുകയാണ്. ലോകത്തിന് നിങ്ങളുടെ നന്മ ഒരു ശീലമായി കഴിഞ്ഞു. അവർ അതിനെ നിസ്സാരമായി കാണുന്നു. അതുകൊണ്ട് മൗനം വെടിയുക. നിങ്ങളുടെ വില തിരിച്ചറിയുക. നിങ്ങളെ ഉപയോഗിക്കുന്നിടത്തല്ല, നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങൾ നിൽക്കേണ്ടത്. ഇനി നിങ്ങൾ അറിയാൻ പോകുന്നത് സമൂഹം നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയ കള്ളത്തെക്കുറിച്ചും നിങ്ങളെ നിശബ്ദമായി ശക്തരാക്കുന്ന ആ രഹസ്യ ആയുധത്തെക്കുറിച്ചുമാണ്. അതറിയാൻ തുടർന്നും കാണുക, കാരണം ഇനി കഥ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. സമൂഹം നമ്മളെ പഠിപ്പിച്ചു, നല്ലവനാകൂ, എല്ലാവർക്കും നന്മ ചെയ്യൂ, എല്ലാവരെയും സന്തോഷിപ്പിക്കൂ. പക്ഷേ അവർ ഒരു കാര്യം പഠിപ്പിച്ചില്ല, ഈ സമൂഹം നിങ്ങളെ കളിയാക്കുമ്പോൾ എങ്ങനെ സ്വയം സംരക്ഷിക്കണം.
നന്മ എപ്പോഴും ജയിക്കില്ല. ഇതാണ് ഏറ്റവും വലിയ കള്ളം. സത്യമെന്തെന്നാൽ നന്മയുടെ കൂടെ ബുദ്ധിയും അതിരുകളും ഉണ്ടെങ്കിൽ മാത്രമേ അത് ജയിക്കൂ. ചാണക്യനീതി നമ്പർ 6. അമിതമായ വിനയം അപകർഷതാബോധം ചൂഷണത്തെയും ക്ഷണിച്ചുവരുത്തും. നിങ്ങൾ ഓരോ തവണയും കുനിയും തോറും ആളുകൾ നിങ്ങളെ തലയിലല്ല കാലിനടിയിൽ വെച്ച് ചവിട്ടിമെതിക്കാൻ തുടങ്ങും. നിങ്ങളുടെ നന്മയേക്കാൾ നിങ്ങളുടെ ബലഹീനതയിലാണ് സമൂഹത്തിന് താൽപ്പര്യം. ഏറ്റവും മോശം കാര്യം, നിങ്ങൾ എപ്പോഴാണ് ഒരു ശക്തനായ മനുഷ്യനിൽ നിന്ന് ഒരു ഉപയോഗവസ്തുവായി മാറിയതെന്ന് നിങ്ങൾ തന്നെ അറിയില്ല എന്നതാണ്. ഒരു ചെറുപ്പക്കാരന്റെ നിശബ്ദ വിപ്ലവം. അവൻ എപ്പോഴും എല്ലാവരോടും അതെ എന്ന് മൂളുമായിരുന്നു. ആര് എന്ത് ജോലി ചോദിച്ചാലും അവൻ സമ്മതിക്കും, ആര് കളിയാക്കിയാലും അവൻ ചിരിക്കും. ക്രമേണ എല്ലാവരും അവനെ നിസ്സാരമായി കാണാൻ തുടങ്ങി. പക്ഷേ ഒരു ദിവസം അവൻ ബസ്സിൽ വെച്ച് ഒരു വരി കേട്ടു: പാവത്താന്മാരുടെ ജീവിതത്തിൽ ശക്തിയുണ്ടാകില്ല, ശക്തരുടെ ലോകത്ത് പാവങ്ങൾക്ക് സ്ഥാനവുമില്ല. അന്നു മുതൽ അവൻ ചില മാറ്റങ്ങൾ വരുത്തി. എല്ലാ കാര്യത്തിനും അതെ എന്ന് പറയുന്നത് നിർത്തി. അപമാനിക്കുന്നവരിൽ നിന്നും അകലം പാലിച്ചു. ഏറ്റവും പ്രധാനമായി തന്റെ മൗനത്തെ ബലഹീനതയല്ല, ആയുധമാക്കി മാറ്റി. ഇപ്പോൾ അവനെ അവഗണിച്ചിരുന്നവർ തന്നെ അവനെ ഗൗരവമായി കാണാൻ തുടങ്ങി. ചാണക്യനീതി നമ്പർ 7. സ്വഭാവത്തിൽ മൗനം പാലിക്കുന്നവന്റെ കോപമാണ് ഏറ്റവും അപകടകരം. മിണ്ടാതിരിക്കുന്നവനെ ആളുകൾ ഭീരുവായും പാവത്താനായും നിസ്സഹായനായും കരുതും. പക്ഷേ ആ നിശബ്ദനായ മനുഷ്യൻ ഉള്ളിൽ നിന്നുണർന്നാൽ അവന്റെ ഒരു നോട്ടം, ഒരു തീരുമാനം മതി ലോകം മാറാൻ. ലോകം നിങ്ങളുടെ ശബ്ദത്തെയല്ല, നിങ്ങളുടെ സാന്നിധ്യത്തെയാണ് ഭയപ്പെടേണ്ടത്. അതാണ് നിങ്ങളാകേണ്ടത്. വാക്കുകൾ കുറവ്, പ്രഭാവം കൂടുതൽ. ഒരു പഴയ കഥയുണ്ട്. ഒരു സന്യാസിക്ക് 2 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒരാൾ വാചാലനാണ്, ജ്ഞാനവും നീതിയും ഉദ്ധരണികളും രാപ്പകൽ പ്രസംഗിക്കും. മറ്റേയാൾ കേൾക്കും, മനസ്സിലാക്കും, കുറച്ചു മാത്രം സംസാരിക്കും. ഒരിക്കൽ ഗ്രാമത്തിൽ തീപിടുത്തമുണ്ടായി. ആദ്യത്തെ ശിഷ്യൻ എല്ലാവരോടും പ്രസംഗിക്കാൻ തുടങ്ങി: പേടിക്കണ്ട, ഓടണ്ട, ദൈവം എല്ലാം ശരിയാക്കും. രണ്ടാമത്തെ ശിഷ്യൻ ഒന്നും മിണ്ടാതെ കുട്ടികളെ എടുത്തു. മുതിർന്നവരെ തോളിലേറ്റി എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചു. തീ അണഞ്ഞപ്പോൾ ഗ്രാമവാസികൾ പറഞ്ഞു: യഥാർത്ഥ സന്യാസി ആ മിണ്ടാതിരുന്നവനാണ്. അവൻ കാര്യം ചെയ്തു. ഓർക്കുക, സ്മാർട്ടായവൻ സംസാരിക്കുന്നവനല്ല, ശരിയായ സമയത്ത് ശരിയായ കാര്യം ചെയ്യുന്നവനാണ്. ചാണക്യനീതി നമ്പർ 8. പുറമേ കാണിക്കുന്നവർ പലപ്പോഴും ഉള്ളിൽ പൊള്ളയായിരിക്കും. ഉള്ളിൽ കരുത്തുള്ളവർ ശാന്തരായിരിക്കും. നിഷ്കളങ്കത ശാന്തിയിൽ നിന്ന് മാത്രമല്ല വരുന്നത്. ചിലപ്പോൾ അത് ഭയത്തിൽ നിന്നാകാം, ചിലപ്പോൾ ശീലത്തിൽ നിന്നാകാം, അല്ലെങ്കിൽ ഞാൻ നല്ലവനായിരുന്നാൽ എല്ലാം നല്ലതാകും എന്ന തെറ്റിദ്ധാരണയിൽ നിന്നാകാം. പക്ഷേ നല്ലവനായിരിക്കുന്നതും സ്മാർട്ടായിരിക്കുന്നതും 2 വ്യത്യസ്ത കാര്യങ്ങളാണ്. ഇന്ന് നിങ്ങൾ സ്വയം മാറിയില്ലെങ്കിൽ നാളെ ഈ ലോകം നിങ്ങളെ നിർബന്ധിച്ചു മാറ്റും. അപ്പോൾ ഒരുപക്ഷെ വളരെ വൈകിപ്പോയിട്ടുണ്ടാകും. ബന്ധങ്ങളുടെ സത്യം. ഒരു സ്ത്രീ എല്ലാവരുടെയും സങ്കടങ്ങൾ കേൾക്കുകയും എല്ലാവരുടെയും കാര്യം നോക്കുകയും ചെയ്യുമായിരുന്നു. വീട്ടിൽ വരുന്ന ഓരോ ബന്ധുവിനും അവൾ ബഹുമാനവും ആദരവും നൽകി. പക്ഷേ അവളുടെ അമ്മയ്ക്ക് അസുഖം വന്നപ്പോൾ അവൾ ഒറ്റയ്ക്കായി. ഒരു ബന്ധുപോലും വന്നില്ല. ഒരു ദിവസം അവൾ ഫോൺ വിളിച്ച് ഒരു ബന്ധുവിനോട് ചോദിച്ചു: ഞാൻ നിങ്ങളെ സേവിക്കുന്നതുവരെ മാത്രമേ എനിക്ക് സ്ഥാനമുണ്ടായിരുന്നുള്ളൂ അല്ലേ? മറുതലയ്ക്കൽ മൗനമായിരുന്നു. പക്ഷേ അന്ന് അവൾ തീരുമാനിച്ചു: ബഹുമാനം തിരികെ കിട്ടുന്നിടത്ത് മാത്രമേ ഞാൻ ഇനി സമയം ചെലവഴിക്കൂ. ഇതാണ് സ്മാർട്ട്നെസിന്റെ തുടക്കം. സമയം, ഊർജം, വികാരം എന്നിവ കണക്ക് പറഞ്ഞു ചിലവാക്കുക. ചാണക്യനീതി നമ്പർ 9. സമയവും ബഹുമാനവും ഐനസ്. ഇത് രണ്ടും ലഭിക്കാത്ത ഇടത്ത് കാത്തുനിൽക്കുന്നത് വിഡ്ഢിത്തമാണ്. നിങ്ങൾ ആളുകൾക്ക് നിങ്ങളുടെ സമയം ദാനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് അവർ കരുതും. നിങ്ങൾ അവരെ വീണ്ടും വീണ്ടും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അവരുടെ സഹായം ആവശ്യമുള്ളവരാണെന്ന് അവർ കരുതും. എന്നാൽ ഒരു ദിവസം നിങ്ങൾ മൗനം പാലിക്കുകയും അവരെ അവഗണിക്കാൻ പഠിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളുടെ വില മനസ്സിലാകും. ശക്തനാകുന്നതിന്റെ ആദ്യ ലക്ഷണം. ഒരു അച്ഛൻ മകനോട് പറഞ്ഞു: മോനെ, ആളുകൾ നിന്നെ അവഗണിക്കുമ്പോൾ ബഹളം വെക്കരുത്. പകരം നിന്നെ കാണാൻ അവർക്ക് തല ഉയർത്തി നോക്കേണ്ടി വരുന്നത്ര ഉയരത്തിൽ നീ സ്വയം വളരുക. ഇതാണ് നിഷ്കളങ്കതയും സ്മാർട്ട്നെസ്സും തമ്മിലുള്ള വ്യത്യാസം. നിഷ്കളങ്കൻ എല്ലാ കാര്യത്തെയും ഹൃദയത്തോട് ചേർക്കുന്നു. സ്മാർട്ടായ മനുഷ്യൻ എവിടെ നിൽക്കണം, എവിടെ ഉപേക്ഷിക്കണം, എവിടെ പറന്നു പോകണം എന്ന് തിരിച്ചറിയുന്നു. ഇനി നിങ്ങൾ അറിയാൻ പോകുന്നത് ഏതൊരു മനുഷ്യനെയും നല്ലവനും ഒപ്പം സ്മാർട്ടുമാക്കി മാറ്റുന്ന 3 നിയമങ്ങളെക്കുറിച്ചാണ്. അടുത്ത പാഠം നിങ്ങളുടെ ചിന്താഗതിയെ പൂർണ്ണമായും മാറ്റും. ചിലപ്പോൾ നമ്മൾ നമ്മളോട് തന്നെയാണ് യുദ്ധം ചെയ്യുന്നത്. കാരണം മറ്റുള്ളവരോട് തോൽക്കാൻ നമ്മൾ ശീലിച്ചുപോയി. സ്വയം നിയന്ത്രിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ധൈര്യം ബാക്കിയുണ്ടാകില്ല. എന്തുകൊണ്ടാണ് ഈ ക്ഷീണം വരുന്നത്, എന്തുകൊണ്ടാണ് ഈ തകർച്ച ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നമ്മളെല്ലാം സ്വയം പൊരുതി നേടാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വളരെ ശക്തരാണെന്ന് ലോകം കരുതുന്നു. പക്ഷെ ഉള്ളിൽ നമ്മൾ തകർന്നിരിക്കുകയാകും, ഒറ്റയ്ക്കായിരിക്കും. ചിലപ്പോൾ നമ്മുടെ നിഷ്കളങ്കത നമ്മുടെ മുന്നിൽ തന്നെ നമ്മളെ ലജ്ജിപ്പിക്കും. ചാണക്യനീതി നമ്പർ 10. എല്ലാം സഹിക്കുന്നവൻ ഒരുനാൾ തന്നോട് തന്നെ തോറ്റുപോയേക്കാം. എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്യുന്ന ആ മനുഷ്യൻ ഏറ്റവും കൂടുതൽ അകന്നു നിൽക്കുന്നത് സ്വന്തം കാര്യത്തിൽ നിന്നായിരിക്കും. നിഷ്കളങ്കത പുറത്തുനിന്ന് മാത്രമല്ല തിന്നുന്നത്, അത് സാവധാനം ആത്മാവിനെ നിശബ്ദമാക്കുന്നു.
ആത്മാവ് നിശബ്ദമായാൽ മനുഷ്യൻ ഉള്ളിൽ മരിക്കുന്നു. പക്ഷേ ആളുകൾ അവനെ ജീവനോടെ കാണുന്നു. സ്വയം യുദ്ധം ചെയ്യുന്ന മനുഷ്യൻ. ഒരാളുണ്ടായിരുന്നു, വളരെ ശാന്തനും സഹനശീലനും. നാട്ടിൽ എന്ത് വഴക്കുണ്ടായാലും അവൻ പരിഹരിക്കും. ആരെങ്കിലും പാവപ്പെട്ടവനാണെങ്കിൽ അവൻ പണം നൽകും. പക്ഷേ ഒരു ദിവസം അവൻ വീട്ടിൽ കുഴഞ്ഞു വീണു. ബ്രെയിൻ ഹെമറേജ്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടി. ഇദ്ദേഹത്തിന്റെ തലച്ചോറിലെ ഞരമ്പുകൾ തുടർച്ചയായ സമ്മർദ്ദത്തിലായിരുന്നു. ഇദ്ദേഹം പുറമേ എത്ര ശാന്തനായിരുന്നോ, ഉള്ളിൽ അത്രത്തോളം തകർന്നവനായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ അന്നെഴുതി, എന്റെ അച്ഛൻ എല്ലാവർക്കും ഹീറോ ആയിരുന്നു, പക്ഷേ സ്വന്തം കാര്യത്തിൽ ഒരിക്കലും ഒരു മനുഷ്യനാകാൻ കഴിഞ്ഞില്ല. അവിടെ നിന്നാണ് അവൻ തന്റെ ജീവിതത്തിന്റെ മൂലമന്ത്രം ഉണ്ടാക്കിയത്. ആദ്യം ഞാൻ, പിന്നെ മതി ബാക്കി ലോകം. ചാണക്യ നീതി നമ്പർ 11. സ്വാർത്ഥനാകൂ, പക്ഷേ ബുദ്ധിപൂർവം. സ്വാർത്ഥനാകുന്നത് പാപമല്ല. ആ സ്വാർത്ഥത നിങ്ങളെ സ്വയം സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണെങ്കിൽ ഓരോ തവണയും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ച് നിങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ അകലുന്നു. ഓർക്കുക, സ്വയം നഷ്ടപ്പെടുത്തുന്ന മനുഷ്യന് ഈ ലോകത്ത് ഒന്നും സംരക്ഷിക്കാൻ കഴിയില്ല. അമ്മയുടെ ആ ഒരു രാത്രി. ഒരമ്മ എപ്പോഴും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റുമായിരുന്നു, മക്കളുടെയും ഭർത്താവിന്റെയും ഭർത്തൃവീട്ടുകാരുടെയും. പക്ഷേ ഒരു രാത്രി അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാനൊരു മനുഷ്യനല്ലേ, എനിക്കും ക്ഷീണിക്കില്ലേ? എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം ഇന്നുവരെ അവർ ആ അമ്മ കരയുന്നത് കണ്ടിട്ടില്ല. പക്ഷേ അന്ന് അവർ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ അവരുടെ ചെറിയ മകൾ പതുക്കെ അവരുടെ കൈപിടിച്ചു പറഞ്ഞു, അമ്മേ, ഇനി കുറച്ച് അമ്മയ്ക്ക് വേണ്ടി ജീവിക്ക്, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അമ്മയെ നഷ്ടപ്പെടും. ആ ദിവസത്തിനു ശേഷം അവർ രാവിലെ ചായ ഒറ്റയ്ക്ക് കുടിക്കാൻ തുടങ്ങി. ദിവസവും 20 മിനിറ്റ് ഒറ്റയ്ക്ക് നടക്കാൻ പോയി. ചിലപ്പോൾ സിനിമകൾ ഒറ്റയ്ക്ക് കാണാൻ തുടങ്ങി. അവർ സ്വാർത്ഥയായതല്ല, അവർ സ്വയം വീണ്ടെടുക്കാൻ തുടങ്ങിയതാണ്. അവിടെ നിന്ന് അവരുടെ വേദന അവരുടെ പുഞ്ചിരിയായി മാറി. ചാണക്യ നീതി നമ്പർ 12. എല്ലാ സ്ഥലത്തും എപ്പോഴും ഹാജരാകുന്ന മനുഷ്യന് ഒരിടത്തും വിലയുണ്ടാകില്ല. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി എപ്പോഴും തയ്യാറായി നിൽക്കുമ്പോൾ ആളുകൾ നിങ്ങളുടെ സാന്നിധ്യത്തെ ഒരാവശ്യമായല്ല, ശീലമായാണ് കാണുന്നത്. മനുഷ്യൻ ഒരു ശീലമായി മാറിയാൽ പിന്നെ അവന്റെ വില കുറയാൻ തുടങ്ങും. അതുകൊണ്ട് അപ്രത്യക്ഷമാകുന്നതും ഒരു കലയാണ്. ചിലപ്പോൾ മൗനമായിരിക്കുന്നത് ശക്തി കാണിക്കാനുള്ള ഏറ്റവും ശാന്തമായ വഴിയാണ്. അപ്രത്യക്ഷമായി വില തെളിയിച്ചു. ഒരു സുഹൃത്ത് എപ്പോഴും എല്ലാ പാർട്ടിയിലും, എല്ലാ ഫോൺ കോളിലും, എല്ലാ സങ്കടത്തിലും ആദ്യം ഓടിയെത്തുമായിരുന്നു. പിന്നെ ഒരു ദിവസം അവൻ 3 മാസത്തേക്ക് കാണാതായി. കോളില്ല, മെസ്സേജില്ല. അവൻ തിരിച്ചു വന്നപ്പോൾ ആളുകൾ അവനോട് പറഞ്ഞു, എടാ, നീ ഇല്ലാതെ എന്തോ അപൂർണമായി തോന്നി. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതുകൊണ്ട് ഇടയ്ക്കൊന്ന് കാണാതാകുന്നത് നല്ലതാണ്. ഞാനൊരു ചോയ്സ് അല്ല എന്നാളുകൾ ഓർക്കാൻ. ഇതാണ് ബുദ്ധി. ആവശ്യമുള്ളവനാകുക, ചോയ്സ് ആകരുത്. ചാണക്യനീതി നമ്പർ 13. നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നയാൾ ഒരിക്കലും നിന്നെക്കൊണ്ട് വീണ്ടും വീണ്ടും തെളിയിക്കാൻ ആവശ്യപ്പെടില്ല. ഒരാൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ ഉദ്ദേശ്യങ്ങളെയും വികാരങ്ങളെയും സ്നേഹത്തെയും സംശയത്തോടെ നോക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവർ നിങ്ങളുടെ സ്നേഹത്തിന് അർഹരല്ല. ഒന്നും പറയാതെ തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ ബന്ധം. അവിടെ വീണ്ടും വീണ്ടും വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിഷ്കളങ്കത വളർത്തരുത്. ഒരാളെ അനുനയിപ്പിക്കുന്നത് അവർ നിങ്ങൾക്ക് ബഹുമാനം നൽകുന്നിടത്തോളം മാത്രമേ ശരിയാകൂ. വേർപിരിയലിലൂടെ കിട്ടിയ തിരിച്ചറിവ്. ഒരു പെൺകുട്ടി തന്റെ കാമുകനു വേണ്ടി ഓരോ തവണയും ക്ഷമിച്ചുകൊണ്ടേയിരുന്നു. അവന്റെ തെറ്റ്, അവന്റെ ദേഷ്യം, അവന്റെ സംശയം. പക്ഷേ ഒരു ദിവസം അവൾ നിശബ്ദമായി അവനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചപ്പോൾ അതേ ചെറുപ്പക്കാരൻ 2 മാസത്തിനു ശേഷം അവളുടെ വീടിന് മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. നീ പോയതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത്, നീ എന്റെ വെറുമൊരാവശ്യമല്ല, എന്റെ അടിത്തറയായിരുന്നുവെന്ന്. അവൾ മറുപടിയൊന്നും നൽകിയില്ല, കാരണം അവൾക്കിനി തിരിച്ചുപോകാൻ ആഗ്രഹമില്ലായിരുന്നു. അവൾ നിഷ്കളങ്കത ഉപേക്ഷിച്ച് പക്വത അണിഞ്ഞുകഴിഞ്ഞിരുന്നു. അടുത്ത പാഠം നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ തീരുമാനത്തെയും നിശബ്ദമായി സ്വാധീനിക്കുന്ന ബന്ധങ്ങളെക്കുറിച്ചാണ്. അത് ശരിയായി മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറും. ചില ബന്ധങ്ങൾ നമ്മുടെ എല്ലാം എടുക്കും, പകരം നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണെന്ന തോന്നൽ മാത്രം നമുക്ക് നൽകും. പക്ഷേ അതല്ല സത്യം. സത്യമെന്തെന്നാൽ നമ്മൾ നമ്മുടെ വില വളരെ കുറച്ചു കളഞ്ഞതുകൊണ്ട് മുന്നിലുള്ളയാൾക്ക് അതിന്റെ മൂല്യം മനസ്സിലായില്ല എന്നതാണ്. ചാണക്യ നീതി നമ്പർ 14. സ്വാഭിമാനം ഉപേക്ഷിക്കുന്നത് സ്നേഹമല്ല, അത് ആത്മഹത്യയാണ്. ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം, ബഹുമാനം, ആത്മാഭിമാനം എന്നിവ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ത്യാഗമല്ല, അത് സാവധാനം സ്വയം ഇല്ലാതാക്കുന്ന പ്രക്രിയയാണ്. നിങ്ങളുടെ സ്വാഭിമാനത്തെ മനസ്സിലാക്കാത്ത വ്യക്തി നിങ്ങളുടെ സ്നേഹത്തിന് യോഗ്യനല്ല. സ്വയം സ്നേഹിക്കാൻ പഠിച്ച പെൺകുട്ടി. അവൾ എപ്പോഴും മറ്റുള്ളവർക്കു വേണ്ടി തയ്യാറായിരുന്നു. അവർക്കുവേണ്ടി അണിഞ്ഞൊരുങ്ങി, അവർക്കിഷ്ടമുള്ളതുപോലെ സംസാരിച്ചു, അവർക്കുവേണ്ടി സ്വപ്നങ്ങൾ മാറ്റി. അവസാനം നീ മാറിപ്പോയി എന്നു പറഞ്ഞ് അവർ അവളെ ഉപേക്ഷിച്ചു. പക്ഷേ ഒരു ദിവസം കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവൾക്ക് ആദ്യമായി തന്നോട് തന്നെ പ്രണയം തോന്നി. അവൾ ആഗ്രഹിച്ച രീതിയിൽ മുടിവെട്ടി, കുട്ടിക്കാലം മുതൽ ആഗ്രഹിച്ച വസ്ത്രങ്ങൾ ധരിച്ചു. ആദ്യമായി സ്വന്തം പേരിനൊപ്പം അവൾ സ്വയം ചേർത്തുപിടിച്ചു. വീണ്ടും അതേ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പോൾ നീ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. അവൾ പറഞ്ഞു, ഇപ്പോൾ ഞാൻ സുന്ദരിയല്ല, ഞാൻ പൂർണ്ണയാണ്.
ചാണക്യനീതി നമ്പർ 15. തന്നോട് തന്നെ നീതി കാണിക്കാത്തവരോട് ലോകവും അനീതി കാണിക്കും. ഓരോ തവണയും നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ കൊല്ലുമ്പോൾ ലോകം നിങ്ങളുടെ ആഗ്രഹങ്ങളെ ആവശ്യമില്ലാത്തതായി കണക്കാക്കാൻ തുടങ്ങും. നിങ്ങൾ സ്വയം മുൻഗണന കൊടുത്തില്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ പ്രാധാന്യമില്ലാത്തവരായി കാണും. സ്മാർട്ടാകുന്നത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. എപ്പോൾ നിങ്ങൾ സ്വന്തം സ്വപ്നങ്ങളെ പ്രധാനമായി കാണാൻ തുടങ്ങുന്നുവോ അപ്പോൾ. ഉറക്കമില്ലാത്ത രാത്രികളുടെ പ്രതികാരം. ഒരു അച്ഛനെന്നും ഓഫീസിൽ നിന്ന് വന്ന് ക്ഷീണിച്ചു വീഴുമായിരുന്നു. കുട്ടികളുടെ ഗൃഹപാഠം, വീട്ടുജോലികൾ, ബന്ധുക്കളുടെ ഫോൺ കോൾ മൈനസ്. അദ്ദേഹം ഒരിക്കലും തനിക്കായി സമയം കണ്ടെത്തിയില്ല. ഒരു ദിവസം മകൻ പറഞ്ഞു, അപ്പാ, അപ്പൻ ചിരിക്കാറില്ല. അദ്ദേഹം കണ്ണാടിയിൽ നോക്കി. സത്യമാണ്, മുഖത്തെ പ്രകാശം അണഞ്ഞുപോയിരുന്നു. അന്നു മുതൽ അദ്ദേഹം ദിവസവും 1 മണിക്കൂർ തനിക്കായി മാറ്റിവെക്കാൻ തുടങ്ങി. ഒറ്റയ്ക്കിരിക്കാനും പഴയ പാട്ടുകൾ കേൾക്കാനും പുസ്തകങ്ങൾ വായിക്കാനും. 2 മാസത്തിനു ശേഷം മകൻ വീണ്ടും പറഞ്ഞു, ഇപ്പോൾ അപ്പനെ കാണാൻ അപ്പനെപ്പോലെയുണ്ട്. ചിലപ്പോൾ സ്വയം ബന്ധപ്പെടുന്നത് മറ്റുള്ളവരുമായി കൂടുതൽ ആഴത്തിൽ ബന്ധപ്പെടുന്നതിന്റെ തുടക്കമാണ്. ചാണക്യനീതി നമ്പർ 16. ഉള്ളിൽ ശൂന്യതയുള്ളവൻ പുറമേ എത്ര ചിരിച്ചാലും തകരും. നമ്മൾ ലോകത്തിനു മുന്നിൽ ചിരിക്കുന്നു, പക്ഷെ ഒറ്റയ്ക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ സത്യം കാണിച്ചു തരും. ഇതാണ് നിഷ്കളങ്കത. മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്ക് പിന്നാലെ ഓട്ടി സ്വയം കാണാൻ സമയം കണ്ടെത്താത്ത അവസ്ഥ. നിശബ്ദതയിൽ കിട്ടിയ മറുപടി. ഒരു ചെറുപ്പക്കാരൻ എന്നും രാത്രി വൈകുവോളം മൊബൈൽ നോക്കുകയും ചാറ്റ് ചെയ്യുകയും തമാശകൾ കണ്ട് ചിരിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഫോൺ ഓഫ് ചെയ്താൽ മുറിയിൽ നിശബ്ദത വരുമ്പോൾ ആ നിശബ്ദതയിൽ ഒരേയൊരു ചോദ്യം മുഴങ്ങും, ഞാൻ സത്യത്തിൽ സന്തുഷ്ടനാണോ? ഒരു ദിവസം പാതിരാത്രിക്ക് അവൻ മൊബൈൽ ഓഫ് ചെയ്തു. സ്വയം കാണാനായിരുന്നു. ആ രാത്രി അവൻ ആദ്യമായി പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിലിൽ അവന് സ്വന്തം സത്യം ലഭിച്ചു. ലോകത്തിന്റെ കപടമായ ചിരിയിൽ സന്തോഷം കണ്ടെത്തുന്നതായിരുന്നു നിഷ്കളങ്കത. സ്വന്തം യഥാർത്ഥ വികാരങ്ങളെ അംഗീകരിക്കുന്നതായിരുന്നു സ്മാർട്ട്നെസ്. ഇനി അവസാന ഭാഗം. ഇത് ഒരു ശാന്തനായ മനുഷ്യനെ ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യനാക്കി മാറ്റുന്ന ആയുധം നിങ്ങൾക്ക് നൽകും. അടുത്ത ഭാഗത്ത് നമ്മൾ അറിയും എങ്ങനെ ഒരു സാധാരണ മനുഷ്യന് ബഹളമില്ലാതെ സ്വയം ആർക്കും അവഗണിക്കാനാകാത്ത ഉയരത്തിലേക്ക് എത്തിക്കാമെന്ന്. ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ അവൻ ഏറ്റവും ഏകാന്തമായ ഒരു കോണുണ്ട്. ആ കോൺ ലോകത്തെ ഭയപ്പെടുന്നില്ല, അത് സ്വയം നഷ്ടപ്പെടുന്നതിനെയാണ് ഭയപ്പെടുന്നത്. ഈ ഭയമാണ് നമുക്ക് നിഷ്കളങ്കത നൽകുന്നത്. കാരണം നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ നല്ലവരാണെങ്കിൽ ആരും നമ്മളെ ഉപേക്ഷിക്കില്ല എന്ന്. പക്ഷേ ലോകത്തിൽ ഏറ്റവും ആദ്യം ഉപേക്ഷിക്കപ്പെടുന്നത് ഏറ്റവും സത്യസന്ധരായവരാണ്. ചാണക്യനീതി നമ്പർ 17. സ്വയം തെളിയിക്കാൻ ശ്രമിക്കുന്നിടത്തോളം ആളുകൾ നിങ്ങളുടെ വില മനസ്സിലാക്കില്ല. ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി മനുഷ്യൻ മടുക്കുന്ന ഒരു കാലം വരും. അപ്പോൾ അവൻ നിശബ്ദനാകും. ഈ നിശബ്ദത തോൽവിയല്ല, ഇത് ആത്മജ്ഞാനത്തിന്റെ തുടക്കമാണ്. നിശബ്ദതയിൽ ശക്തിയുണ്ട്. ഒരു ചെറുപ്പക്കാരൻ തന്റെ എല്ലാ ബന്ധങ്ങളിലും സ്വയം തെളിയിച്ചുകൊണ്ടേയിരുന്നു, ഞാൻ നല്ലവനാണ്, ഞാൻ നിങ്ങൾക്ക് യോജിച്ചവനാണ്. പക്ഷേ ഒരു ദിവസം അവൻ തന്നോട് തന്നെ ചോദിച്ചു, ഞാൻ എനിക്ക് തന്നെ യോജിച്ചവനാണോ? ഉത്തരം കിട്ടി, ഇപ്പോഴുമല്ല. അന്നു മുതൽ അവൻ ആദ്യം സ്വയം തെളിയിക്കാൻ തുടങ്ങി. തന്റെ ശരീരത്തെ, തന്റെ മനസ്സിനെ, തന്റെ ആത്മാഭിമാനത്തെ. അവനെ കണ്ടെത്തിയപ്പോൾ ലോകം അവനെ തേടി വന്നു. ഇതാണ് യഥാർത്ഥ വിജയം. ചാണക്യനീതി നമ്പർ 18. ആളുകളുടെ കണ്ണിൽ നിന്ന് വീണുപോകുമോ എന്ന ഭയം ഉപേക്ഷിക്കുന്ന ദിവസം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയരങ്ങളിലേക്ക് കയറാൻ തുടങ്ങും. ആളുകൾ എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചാണ് നിഷ്കളങ്കത കൂടുന്നത്. ഈ ചിന്ത മാറിയാൽ മനുഷ്യൻ സ്വതന്ത്രനും ശക്തനും സ്മാർട്ടുമായി മാറുന്നു. ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തവർ. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ എല്ലാവരുടെയും വാക്ക് കേൾക്കുകയും സഹിക്കുകയും ഒന്നും മിണ്ടാതിരിക്കുകയും ചെയ്തതുകൊണ്ട് എല്ലാവരും അവളെ ദുർബലയാണെന്ന് കരുതി. പക്ഷേ ആ നിശബ്ദതയിൽ അവളുടെ പദ്ധതി വളരുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അവൾ എല്ലാം ഉപേക്ഷിച്ച് സ്വന്തം കാലിൽ നിന്നു. 5 വർഷത്തിനു ശേഷം അവൾ നഗരത്തിലെ ഏറ്റവും വിജയിച്ച സ്ത്രീയായി മാറിയപ്പോൾ അതേ ആളുകൾ പറയാൻ തുടങ്ങി, ഇവളിൽ ഇത്രയും കഴിവുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചില്ല, അതുകൊണ്ട് കണ്ടില്ല. സ്മാർട്ടാകാനുള്ള ഏറ്റവും കൃത്യമായ വഴി ആരോടും പറയാതെ സ്വയം അത്രയും ഉയരത്തിലെത്തുക. ആളുകൾ നിങ്ങളെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങും. ചാണക്യനീതി നമ്പർ 19. നിങ്ങളുടെ യാത്ര നിശബ്ദമായിരിക്കട്ടെ. കാരണം ബഹളം വെക്കുന്നവർ പലപ്പോഴും വഴിയിൽ നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾക്ക് ലോകത്തിന് എന്തെങ്കിലും കാണിച്ചു കൊടുക്കണമെങ്കിൽ ഫലം കാണിച്ചു കൊടുക്കുക. കാരണം വാക്കുകൾക്ക് ഗ്യാരണ്ടിയില്ല, പക്ഷേ ഫലങ്ങൾ ചരിത്രമാകും. ഇപ്പോൾ ഏറ്റവും വലിയ മാറ്റം. ഇതുവരെ നിങ്ങൾ പഠിച്ചു എന്താണ് നിഷ്കളങ്കത, എങ്ങനെയാണ് അത് നിങ്ങളെ സ്വന്തം ആളുകളിൽ നിന്നും സ്വപ്നങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും അകറ്റുന്നത് എന്ന്. പക്ഷേ ഇനി എഴുന്നേൽക്കാനുള്ള സമയമാണ്, മാറാനുള്ള സമയമാണ്, ഏറ്റവും വലിയ തീരുമാനമെടുക്കാനുള്ള സമയമാണ്. സ്വയം ഒരു വാഗ്ദാനം നൽകുക. ഇനി മുതൽ എന്റെ ആത്മാവിന് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ ചെയ്യൂ. എനിക്ക് ബഹുമാനം ലഭിക്കുന്നിടത്ത് മാത്രമേ ഞാൻ നിൽക്കൂ. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവനായി ഞാൻ മാറില്ല. സ്വയം നഷ്ടപ്പെടുത്താത്തവനായി ഞാൻ മാറും. ഈ കഥ നിങ്ങളുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ചലനമുണ്ടാക്കിയെങ്കിൽ, ഇത് നിങ്ങളുടെ തന്നെ കഥയാണെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നമ്മളിൽ പലരും എപ്പോഴെങ്കിലും ഈ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ
തിരിഞ്ഞു നോക്കാത്തവരാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. നിങ്ങളും ആ മാറ്റത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്നുണ്ടെന്ന്. നിങ്ങളുടെ യഥാർത്ഥ കഥയും അനുഭവവും കമന്റ് ചെയ്യുക. ഇതൊരു വീഡിയോ മാത്രമല്ല, ഒരു മുന്നേറ്റമായി മാറട്ടെ. ഇന്നും നിഷ്കളങ്കതയിലും തകർച്ചയിലും കുടുങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ സുഹൃത്തിനോടോ സഹോദരനോടോ ബന്ധുവിനോടോ ഇത് ഷെയർ ചെയ്യുക. അവർ ഒറ്റയ്ക്കല്ല എന്ന് അവർ അറിയട്ടെ. ഇത്തരത്തിലുള്ള ആഴമേറിയ, സത്യസന്ധമായ, നീതിപൂർവമായ കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിലെത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ചാനലായ ചാണക്യ വിവേക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ഓരോ വാക്കും അറിവ് മാത്രമല്ല നൽകുന്നത്, അത് നിങ്ങളെ മാറ്റാൻ വരുന്നതാണ്. നന്ദി. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം.